ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ശശി തരൂർ പെട്ട ഒരു വിവാദമാണ് കാറ്റൽ ക്ലാസ്. അതിനെക്കുറിച്ച് ചർച്ച ദേശീയ മാധ്യമത്തിലും മലയാളം മാധ്യമങ്ങളിലും വളരെയധികം ചർച്ചകൾ നടന്നു. പക്ഷെ പലപ്പോഴും ഈ പ്രയോഗം മൂലം ശശി തരൂരിന് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. എന്താണ് കാറ്റൽ ക്ലാസ്? കാറ്റൽ ക്ലാസ് ഇംഗ്ലീഷിൽ നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ ഇന്ത്യക്കാർ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുമ്പോഴും അവർ ആ കോൺവെർസേഷൻ്റെ ഇടയിൽ ആഡ് ചെയ്യുന്ന സാധനമാണ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. മലയാളത്തിലുണ്ട് ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. പക്ഷേങ്കിൽ ഇഡിയംസ് ആൻഡ് ഫ്രേസസിന് വേർഡ് ടു വേർഡ് മീനിങ് ഇല്ല. ഉദാഹരണം, ഇന്ത്യക്കാരും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ് ഇറ്റ് ഇസ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ മഴ തീവ്രമായി പെയ്യുന്നതിനെ സാഹിത്യമായി പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. പട്ടിയും പൂച്ചയും പെയ്തിറങ്ങുന്നതിൻ്റെ അർത്ഥം അത് തിമിർത്ത് പെയ്യുന്നതിനാണ് പറയുന്നത്. മലയാളത്തിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. ഈ മുതിർന്ന മാധ്യമപ്രവർത്തകർ യൂസ് ചെയ്യാറ് കണ്ടിട്ടുണ്ട്. വളരെ സീസൺഡ് ആയിട്ടുള്ള മാധ്യമപ്രവർത്തകർ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ചുവപ്പ് നാടയിൽ കുരുങ്ങി. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ സർക്കാരിൻ്റെ കുറേ നൂലാമാലകൾ കൊണ്ട് തടസ്സപ്പെടുന്നതന്നെയാണ് ചുവപ്പ് നാടയിൽ കുരുങ്ങി എന്ന് പറയും. ഇപ്പം അധികം പേര് യൂസ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടില്ല. മീൻസ് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ ഇഡിയംസ് ഒരു ഭാഷയുടെ ഭംഗി ഉണ്ടാകുന്നത്, ഇങ്ങനെയുള്ള കോൺവെർസേഷൻ കേൾക്കാൻ ഭംഗി ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള ഇഡിയംസ് ആൻഡ് ഫ്രേസസ് യൂസ് ചെയ്യുമ്പോഴാണ്. കാറ്റൽ ക്ലാസ് എന്ന് പുള്ളി ഉദ്ദേശിച്ചത് ഈ യാത്രയുടെ എക്കണോമിക് രീതിയിൽ യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ഒന്ന് പറയാൻ വേണ്ടിയാണ് പുള്ളി യൂസ് ചെയ്തത്. പക്ഷേങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കാറ്റൽ എന്ന് പറയുമ്പോൾ കന്നുകാലി, ക്ലാസ് എന്ന് പറയുമ്പോൾ വിഭാഗം. നമ്മൾ കന്നുകാലി വിഭാഗമാണോ? കന്നുകാലിക്ക് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കൾച്ചറൽ സെൻസിറ്റിവിറ്റിയാണ്, അല്ലെ റിലീജിയസ് സെൻസിറ്റിവിറ്റിയാണ്. നമുക്ക് എല്ലായിടത്തും സെയിം ഇഡിയംസ് ആൻഡ് ഫ്രേസസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഉദാഹരണത്തിന് UK അല്ല അമേരിക്കയിലോ സംസാരിക്കുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യുന്ന എല്ലാ പദങ്ങളും നമുക്ക് ഇന്ത്യയിൽ വന്ന് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. ആ സെയിം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഉദാഹരണത്തിന് തേർഡ് വേൾഡ് കൺട്രി എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയെ പരിഹസിക്കാറുണ്ട്. നമ്മളത് സമ്മതിക്കാറില്ല. അപ്പോൾ ഫസ്റ്റ് വേൾഡ് കൺട്രി ഉണ്ടോ, സെക്കൻഡ് വേൾഡ് കൺട്രി ഉണ്ടോ, തേർഡ് വേൾഡ്, അങ്ങനെ ഒരു ഡിബേറ്റ് ഉണ്ട്, വേറൊരു ഡിബേറ്റ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഇഡിയംസ് ആൻഡ് ഫ്രേസസിന് വേർഡ് ടു വേർഡ് മീനിങ് ഇല്ല. അത് ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. പക്ഷെങ്കിൽ അത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കൾച്ചറൽ സെൻസിറ്റിവിറ്റി യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അറിയാതെ വിവാദങ്ങളിൽ ചെന്നുപെടും. താങ്ക് യു.